അങ്ങനെ ഇതാ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാണ്. നല്ലൊരു ബിരിയാണി ഒക്കെ കഴിച്ച് ഒരു ഉറക്കം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആഷിക്ക് വിളിക്കുന്നത്. ആഷിക്ക് ഇവിടെ എത്തിയെന്ന്. ഇനി ഈ ഒരു ഹോസ്റ്റലിലോട്ട് ഇനി എന്തായാലും തിരിച്ചു വരവ് ഉണ്ടാവില്ലല്ലോ എന്ന് ഓർത്ത് ബെഡിനോടും എന്റെ മിററിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ്. ഇന്നലെ കമന്റ് ബോക്സിൽ ഷൗമ എന്ന് പറഞ്ഞ കുട്ടി എന്നോട് ചോദിച്ചു, താത്താക്ക് ഹോസ്റ്റലിൽ നിന്ന് പോരുന്നതിന് സങ്കടം ഉണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ കുറച്ചു കാലം നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവത്തില്ലേ? അതുപോലെ ചെറിയൊരു സങ്കടം ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലോട്ടാണല്ലോ പോകുന്നത്. ഈച്ചൊക്കെ വണ്ടിയിൽ വെച്ചിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ഒരാൾ സൗണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരാളാണിത്. പിന്നെ ഞങ്ങൾ വിളിക്കുന്നത് സുന്ദരാന്നാ. ഇത് എവിടുന്ന് കിട്ടിയ പേരാന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒന്നും മെസ്സ് പോകുമ്പോ ഇവനെ സുന്ദരാന്ന് വിളിക്കലുണ്ട്. അതിന്റെ ഓർമ്മയായിരിക്കും ഇവര് സൗണ്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകണം. ആഷിക്കത് നല്ല ഉപ്പിലിട്ട് കണ്ണിമാങ്ങ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആഷിക്ക് പറയുന്നത് ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് തന്നെയാണ് ഫുള്ള് ഫുഡ് കഴിക്കുന്നതെന്ന്. ആഷിക്ക് പറയുന്നത് സത്യമാണ്. ഇവിടെ വന്നിട്ട് കുറെ പുറത്തുനിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ നല്ല വെയിറ്റും കൂടിയിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഞാൻ ആഷിക്കാനോട് പറയുന്നത് ഞാൻ എന്തായാലും ജിമ്മിൽ പോയി നല്ല വെയിറ്റ് ഉറക്കുന്നു. അപ്പൊ ആഷിക്കിനോട് പറഞ്ഞു വെയിറ്റ് ഉറച്ചാൽ എനിക്ക് ഈ പറയണത് വാങ്ങിത്തരും. ആഷിക്ക് ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഞാൻ അവസരം മുതലാക്കിയിട്ട് ഒരു ഐപാഡ് തന്നെ ചോദിച്ചിട്ട് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. എന്തായാലും ഒന്ന് വെയിറ്റ് ഇറക്കണം. അപ്പൊ നെക്സ്റ്റ് കുഞ്ഞു വ്ളോഗ് ആയിട്ട് വരാം. അതുവരെ ബൈ.